ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഡ്രീം ചീനിയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ഇങ്ങനെ വന്നേക്കണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ പരിപാടികൾക്കുള്ള ഒരു കണ്ടോ. സത്യത്തിൽ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് അടിക്കുമ്പോൾ കണ്ണിലോട്ട് പോകാണ്ടിരിക്കാനും പിന്നെ പൊടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മൂക്കിലോട്ട് അടിക്കാണ്ടിരിക്കാനാണ് ഈ സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അല്ല, ഒരു പെയിൻറ്റിംഗ് ആണ്. നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ, നമ്മുടെ ചെറിയ ചെറിയ ചുമരുകൾ, ചെറുതല്ല നല്ല വലിയ ചുമരുകൾ, ഇവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്ചർ ഡിസൈൻ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പണിയായുധങ്ങളെല്ലാം അവിടെയാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതൊക്കെ പരിചയപ്പെടാം. ഞാൻ 2 കളറുകളാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഒന്ന് ഡാർക്ക് കളറും അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ വെർഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കളറുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്ന ഈ ഒരു പാത്രം കഴുകുന്ന സ്പോഞ്ച് ഇതിൽ നിന്നിങ്ങനെ പറിച്ച് ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ പെയിൻറ്റ് ആദ്യം നിങ്ങളെ ഒരു ഡമ്മി ചുമരിൽ ചെയ്ത് കാണിക്കാം. നമ്മൾ റിയലായിട്ട് പെയിൻറ്റ് അടിച്ച ചുമരിൽ ലാസ്റ്റ് ആണ് കേട്ടോ കാണിക്കണേ. കാരണം ഇതിൽ സൂം ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഇതായിട്ട് മനസ്സിലാവണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ എക്സസ് പെയിൻറ്റ് പോകാൻ വേണ്ടിയിട്ട് ആ ട്രെയിലൊന്നും ഇങ്ങനെ തട്ടാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പെയിൻറ്റ് വരുമ്പോൾ ആ ഒരു ഡിസൈൻ ശരിക്കും കിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതേപോലെ പതിയെ ആ ഒരു ചുമരിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ചെളി തെറിച്ച പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണാൻ അടിപൊളിയാണ്. റിയൽ ചുമരിൽ ചെയ്യണത് കാണാണ്ട് നിങ്ങൾ ആരും ഓടിപ്പോകരുത് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. ഇതിപ്പം നമ്മൾ കൊള്ളില്ലാത്തൊരു ചുമരിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്താണ്. എപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിലും അത് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടല്ല എനിക്ക് ശരിക്കുള്ള ചുമരിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇത് വീഡിയോ എടുത്തത്. അപ്പോൾ ഫസ്റ്റത്തെ കളർ നമ്മൾ കൊടുത്തത് ഡാർക്കർ ഒരു കളറായിരുന്നു. അപ്പോൾ അത് ഫുൾ കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡ് കളർ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാടല്ലേ, പിന്നെയും അത് കഴുകി കളഞ്ഞിട്ട് പിന്നെയും ഇതാക്കി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചുമര് മൊത്തം ഏത് കളറാണോ കൊടുക്കാൻ ഉദ്ദേശിക്കണേ ആ കളർ കൊടുത്ത് തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ള ചുമരിനെയാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്യണ ഏരിയയാണ്. അപ്പോൾ ഹസ്ബൻഡായാലും ഞാനായാലും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഈ ഒരു സ്ഥലത്തായിരുന്നു ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കോളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാമല്ലോ. അതിനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇങ്ങനത്തെ വെള്ള പെയിൻറ്റൊക്കെ അടിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം, മുകളിലോട്ടൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാസ്കിംഗ് ടേപ്പ് പൊട്ടിക്കാം. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നമുക്ക് പെയിൻറ്റിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുക്കാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ സത്യം പറഞ്ഞാൽ മാസ്കിംഗ് ടേപ്പ് മാത്രം ഒട്ടിച്ചുള്ളൂ. കാരണം അത് കുറച്ചൊരു കുറവായി പോയി. കാരണം ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എടുത്തിട്ട് മുകളിലേക്ക് ഒട്ടിക്കാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പെയിൻറ്റ് ഇതാ മുകളിലോട്ട് അങ്ങനെ വന്നോട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി ശ്രദ്ധിക്കാം. മാസ്കിംഗ് ടേപ്പ് മാത്രമല്ല, കൂടെ എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മുകളിലത്തെ ഭാഗത്ത് കവർ ചെയ്ത് കൊടുക്കണമായിരിക്കും നല്ലത്. പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയുന്ന ഒരു ഡിസൈനായിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് വേഗം കാണാൻ പറ്റി. പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർക്കാം, നമ്മൾ ആദ്യം തന്നെ ഏത് കളറാണോ ഡാർക്കർ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലൈറ്റർ കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ട ആവശ്യം വരില്ല. അങ്ങനെ നമ്മുടെ ആ ഒരു ഡിസൈൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഡിസൈൻ കൊണ്ട് മാത്രമല്ല, നമുക്ക് 2-3 പിക്ചറും കൂടെ വേണം. നമുക്ക് നല്ല ഫ്രെയിംസ്, ഇപ്പം നല്ല എന്താ പറയുക, നല്ല ലൈൻസൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഫ്രെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അടിപൊളിയായിരിക്കും. നമ്മൾ ഒരു ഓഫീസ് സ്പേസിനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇതായിരിക്കും നല്ലത്. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചതിൽ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാക്കിയുള്ള ചുമരിനെല്ലാത്തിനും ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെയും ആ ഒരു ചുമരിലോട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു ചേർച്ച നൽകും കേട്ടോ. ആ ഒരു വ്യൂവും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഒരു എന്താ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞൊരു കളറ്. അപ്പോൾ ആ ഒരു കളറും കൂടെ നമ്മൾ ഈ ഒരു ഡിസൈനിൽ വരുത്തിയിട്ടുണ്ട്. ലൈറ്ററായിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു ഡിസൈനാണ്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡാർക്കർ ഷെയ്ഡ് ഉണ്ട്, അതിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കളറും ഇപ്പുറത്തെ ആപ്രിക്കോട്ട് കളറും കൂടിയാണ് മിക്സ് ചെയ്ത് നമ്മളിത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു ഫ്രെയിം എടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ഫ്രെയിംസ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 4 എണ്ണത്തിന് 299 രൂപയായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റേറ്റ് ഒന്നും കൂടെ കുറഞ്ഞിട്ടുണ്ട്. 235 എന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇത് കിട്ടിയേക്കണത്.
അപ്പോൾ ഓരോ കാര്യം അഡീഷണലായിട്ട് ചെയ്യുമ്പോഴും ആ ഒരു ചുമരിന് ഭംഗി കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കേട്ടോ. അപ്പോൾ ഏകദേശം റെഡിയായെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെയറൊക്കെ ഇട്ടു, നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ ഒന്നിരുന്ന് നോക്കാൻ പോവാണ്. ഒരു ചെറിയ കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ. നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെടിയും കൂടെ, അത് ആർട്ടിഫിഷ്യലാണ്, ആ ഒരു ചെടിയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ ഒരു ഭംഗിയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരു ചെറിയ ഷോപ്പൊക്കെ നടത്തുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തനിയെ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസിലും എല്ലാത്തിലും കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്